ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. തിരുവനന്തപുരത്ത് വൈകിട്ട് പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ഒരു പ്രകടനം ആരംഭിക്കുന്നുണ്ട്. പ്രതിഷേധ പ്രകടനമാണ്. രക്തസാക്ഷി മണ്ഡപം വരെയാണ് ഇത് ഉണ്ടാകുന്നത്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനമൊക്കെ നടക്കുക. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മറ്റുള്ളവർ മൗനം പാലിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ മറ്റ് ലോകരാജ്യങ്ങളിൽ ഉണ്ടാവുന്ന അക്രമങ്ങൾക്കെതിരെ ഒരുപക്ഷെ നമ്മളെ ഭരിക്കുന്ന പാർട്ടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ച് കാണാറുണ്ട്. പക്ഷേ ഈ ബംഗ്ലാദേശിലെ ഈ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായ അതിക്രമം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ട് മൗനം എന്ന ചോദ്യം ഒരു വശത്ത്, മറ്റേത് ഇന്നത്തെ പ്രതിഷേധ പ്രകടനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഇന്ന് വൈകുന്നേരമാണ് തിരുവനന്തപുരത്ത് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം തന്നെ നടക്കുന്നത്. ഒരു പക്ഷേ രാജ്യവ്യാപകമായി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഹൈന്ദവരും ക്രിസ്ത്യാനികളും സിഖുകാരും അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്തടക്കം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളുടെയൊക്കെ ചുവടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വരുന്ന 3 ദിവസം ഇന്നും നാളെയും മറ്റന്നാളുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും ഒക്കെ നടത്താൻ തീരുമാനമായിരിക്കുന്നത്. ബംഗ്ലാദേശ് ന്യൂനപക്ഷ സംരക്ഷണ ഐക്യദാർഢ്യ സമിതി എന്നൊരു പേരിലാണ് വിവിധ സംഘടനകൾ ചേർന്ന് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരം പ്രസ് ക്ലബ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്നത് റാലി, പ്രതിഷേധ പ്രകടനം അത് രക്തസാക്ഷി മണ്ഡപം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ ഈ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ഈ വരുന്ന അടുത്ത 3 ദിവസങ്ങളിലായിരിക്കും ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുക. ഒരു പക്ഷേ കേരളത്തിൽ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും ഒക്കെയുള്ള ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു വൺ സൈഡ് പ്രതിഷേധമായി നിൽക്കുന്നതും കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഹമാസിന് വരെ വേണ്ടി അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങളും റാലികളും ഒക്കെ നടത്തി സർക്കാരിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമുകൾ ഉണ്ടായി. രാഷ്ട്രീയ സംഘടനകൾ പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ആ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. സെമിനാറുകൾ നടത്തിയത് കണ്ടതാണ്. അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിവാദങ്ങളും ഒക്കെ കേരളത്തിലുണ്ടായതാണ്. അപ്പോൾ പലസ്തീന് വേണ്ടിയും ഹമാസിന് വേണ്ടിയും ഇത്തരത്തിൽ സെമിനാറുകളും മറ്റും നടത്തിയിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ മുന്നണികളും പാർട്ടികളും ഒക്കെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ മൗനം പാലിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് സ്വാഭാവികമായി പ്രതീക്ഷിക്കാവുന്നതുമാണ്. കാരണം കേരളത്തിലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവർ അങ്ങനെയുള്ള നിലപാടുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിക്കുന്നതാണ്. അതേ നിലപാടുകൾ തന്നെ തുടരുന്നു. പക്ഷേ അപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു വലിയ വംശഹത്യയുടെ തുടക്കം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ബംഗ്ലാദേശിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സ്ത്രീകളടക്കമുള്ളവരെ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യമുണ്ട്, ആളുകളെ കൊല്ലുന്ന സാഹചര്യമുണ്ട്, കൂട്ടമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്, വീടുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്, ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ന്യൂനപക്ഷ വിഭാഗമായാലും ഇപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖ് ആയാലും ശരി, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊന്നും സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സന്യാസിമാരെ പോലും അവർ പ്രതിഷേധിച്ചാൽ അവരെ ജയിലിലിടുന്ന സാഹചര്യമുണ്ട്. സന്യാസിമാരുടെ യാത്രകളെ തടസ്സുന്നു, തീർത്ഥാടന യാത്രകളെ പോലും തടയുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എങ്ങനെയാണോ ഈ അറബ് വസന്തം പോലെയുള്ള ഇസ്ലാമിക കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില നടപടികളൊക്കെ പല രാജ്യങ്ങളും ഉണ്ടായത്, അതേപോലെ ഒരു വംശഹത്യയുടെ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ തുടക്കം തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ലോക രാജ്യങ്ങളടക്കം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻപ് എങ്ങനെ ഭാരതം ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ സമയത്ത് അന്ന് പാകിസ്ഥാനൊപ്പം ചേർന്നിരുന്ന ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ഇന്ന് ബംഗ്ലാദേശിൽ അവർക്കൊരു സർവാധിപത്യം പോലെ ആയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതിന് പിന്നിൽ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അണിനിരക്കുന്ന ഒരു സാഹചര്യവും ബംഗ്ലാദേശിലുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിലെ ആളുകൾ ഇപ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. ഹമാസിന് വേണ്ടി, പലസ്തീന് വേണ്ടി വലിയ പ്രകടനങ്ങളും വലിയ പ്രതിഷേധങ്ങളും വലിയ കണ്ണീരുമൊക്കെ ഒഴുക്കിയ ആളുകൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങളെ പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിക്കുന്നു. അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ മറ്റു മാധ്യമങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്. മുരളീധരൻ P തുടങ്ങിയ നിരവധി പ്രേക്ഷകരും പറയുന്നുണ്ട് മറ്റു മാധ്യമങ്ങളൊന്നും ഇത് കാണുന്നില്ല. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, അതേപ്പറ്റി നമ്മുടെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ എന്തേ ഈ വാർത്ത നൽകാത്തത് എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യമാണ്, അല്ലേ? തീർച്ചയായും മാധ്യമങ്ങൾ മാത്രമല്ല, ഈ സാംസ്കാരിക നായകരെയും നമ്മൾ ചേർത്ത് പിടിക്കണം, ചേർത്ത് വയ്ക്കണം. കാരണം ഗുരുതരമായ ഒരു മൗനം അവലംബിക്കുന്നുണ്ടോ എന്നൊരു സംശയം അത് സ്വാഭാവികമായ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുമുണ്ട്.